Hello viewers, Namaste. Welcome back to my channel WinTrader. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് സ്റ്റോക്കുകളുടെ പെർഫോമൻസ് ആണ് കാണിക്കുന്നത്. ആക്ച്വലി നമ്മുടെ സോഫ്റ്റ്വെയർ സപ്പോർട്ടിംഗ് സോഫ്റ്റ് ആണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാ ദിവസങ്ങളും വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു സപ്പോർട്ടിംഗ് സോഫ്റ്റ് ചെയ്യുന്ന വെച്ചാൽ നമുക്കിത് എന്താണ് ഈസി ആയിട്ട് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്കിത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഓപ്ഷനിൽ ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ചെയ്യാം. ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, NCDEX, ക്രിപ്റ്റോ ഇതെല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇത് പഠിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മളിത് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഡയറക്റ്റ് എൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്യണമെങ്കിൽ വരാം. ഓഫീസ് വരുന്ന ആലപ്പുഴ ചേർത്തല KSRTC സ്റ്റാൻഡ് അടുത്തായിട്ടാണ്. വരണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ ഓൺലൈൻ കാണുന്നുണ്ടെങ്കിൽ വിളിക്കാം 9061973737. അപ്പം ഞാനിപ്പം 3-4 ഷെയർസ് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞ നമ്പർ വിളിക്കുക. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് UPL. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ആഡ് ചെയ്തിരിക്കുന്നതിനകത്ത് നമുക്ക് സ്കാനർ ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 100 സിമ്പിൾസ് നമുക്ക് ആഡ് ചെയ്യാം. ഈ ആഡ് ചെയ്യാനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ട്രെൻഡ് കണ്ടുപിടിച്ച് തരും. അതുപോലെ നമുക്ക് എക്സൽ ഷീറ്റിൽ നമുക്ക് ഓരോരോ ഷീറ്റുകൾ ഉണ്ടാക്കാമല്ലോ. അതുപോലെ നമുക്ക് വേണ്ട ഷെയറുകൾ ഇങ്ങനെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിനകത്ത് സിഗ്നൽ വരുമ്പോൾ സോഫ്റ്റ്വെയർ കണ്ടുപിടിച്ച് നമുക്കൊരു അലേർട്ട് മെസ്സേജ് വഴി കാണിച്ചു തരും. ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും. അതുകൊണ്ട് നമുക്ക് സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും, ഒരു ബെൽ സൗണ്ടോടുകൂടി കേൾക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കൺഫേം ആണെന്ന് മാത്രം ചെക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റിൽ UPL നമുക്ക് ഈ വരുന്നതാണ് മാർക്കറ്റ് റേറ്റ്. ഈ ഏറ്റവും മേഖലയിൽ റൈറ്റ് സൈഡിൽ ഏറ്റവും മേഖല വരുന്നതാണ് നമുക്ക് മാർക്കറ്റ് റേറ്റ്. ഇത് ഏത് ഷെയർ എടുത്താലും മാർക്കറ്റ് റേറ്റ് ഇതുപോലെ ഡിസ്പ്ലേ വരുവേ. അപ്പം 626.70 UPL ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ. നമുക്ക് ഈ ഒരു വൈറ്റ് വെർട്ടിക്കൽ ലൈൻ കാണാൻ പറ്റും, ഡേ സെപ്പറേഷൻ ലൈൻ. അതായത് ഇന്നത്തെ മാർക്കറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആദ്യമേ തന്നെ റെഡ് ഡൗൺ ആരോ സെൽ സിഗ്നലാണ്. അതുപോലെ ഗ്രീൻ കളറിൽ അപ്പ് ആരോ വരും, അത് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ ആണ്. സെൽ സിഗ്നൽ ഇപ്പം ലാസ്റ്റ് ഇത് സെല്ലായതുകൊണ്ട് നമുക്ക് സെല്ലിൽ പറഞ്ഞുതരാം. ഇപ്പോൾ സെൽ സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ സിഗ്നൽ വന്ന ശേഷം ഈ സിഗ്നലിൻ്റെ ഡീറ്റെയിൽസ് ഏറ്റവും മേഖലയിൽ ഡിസ്പ്ലേ ആവുക. സെല്ലായിട്ട് 620 വന്നിരിക്കുന്നത് 9:40. അപ്പോൾ സെല്ല് വന്ന ശേഷം നമ്മൾ കൺഫേം ആണെന്ന് ചെക്ക് ചെയ്യാനുള്ള കൺഫർമേഷൻ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. സിഗ്നൽ കൺഫേം എന്ന് വെച്ചാൽ ആരോ വന്നതിന് ശേഷം, അത് ബൈ ആണെങ്കിൽ സെല്ലാണെങ്കിൽ ഈ ആരോ അവിടെ രജിസ്റ്റർ ആണ്. ആരോ വന്നതിന് ശേഷം നിങ്ങൾ കൺഫർമേഷൻ ചെക്ക് ചെയ്യാവുള്ളൂ. സെല്ലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നോക്കുക, പ്രൈസ് ഇവിടെ സെൽ സോൺ എന്ന് സോഫ്റ്റ് തന്നെ എഴുതി കാണിക്കും. അത് വന്നോന്ന് മാത്രം നമ്മൾ നോക്കുക. രണ്ടാമത്തെ കൺഫർമേഷൻ ഈ സെൽ സിഗ്നൽ വന്നത് ഈ ക്യാൻഡിലല്ലേ. അപ്പം നമ്മൾ എൻട്രി ചെയ്യേണ്ടപ്പോഴാണ് സെക്കൻഡ് ക്യാൻഡിൽ. കാരണം നമ്മുടെ എൻട്രി പോയിന്റ് ഞാൻ പറഞ്ഞത് 629.65 സെക്കൻഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് പ്രൈസ് ആണ്. അപ്പോൾ സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്ത് ചെക്ക് ചെയ്യണം? താഴത്തെ ഒരു ബാർ ഉണ്ട്. ഓരോ ക്യാൻഡിലും ഓരോ ബാറേ ഉണ്ടാവത്തുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. അതായത് താഴത്തെ ബാർ റെഡ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് ബാറുണ്ട്. കാരണം വെച്ചാൽ 9:40 വന്നാണ്. ഇപ്പം ടൈം എന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് വെച്ചാൽ 12:40. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ടൈം ആയതുകൊണ്ട് ഇത്രയും ബാർ വരും. നമുക്ക് ലൈവിൽ നോക്കുമ്പോൾ ഒരു ക്യാൻഡിൽ ഒറ്റ ബാറേ വരത്തുള്ളൂ. ആ ബാർ എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം. സെല്ലാണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാർ റെഡും പ്രൈസ് സെൽസ് ഉണ്ടെങ്കിൽ സിഗ്നൽ കൺഫേം എന്നർത്ഥം. സോഫ്റ്റ്വെയർ നമുക്ക് എക്സിറ്റ് കാണിച്ചിട്ടുണ്ട്. ടാർഗറ്റ് 1, 2 and 3 3 ടാർഗറ്റ് ഉണ്ട്. അതുപോലെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റോപ്പ് ലോസ് വരെ സോഫ്റ്റ്വെയർ. അതായത് സോഫ്റ്റ്വെയർ സിഗ്നൽ കാണിക്കുന്നപ്പോൾ തന്നെ എക്സിറ്റ് എവിടെ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് എത്ര വെക്കണം എന്നുകൂടെ അവിടെ തന്നെ കാണിച്ചു തരും. അപ്പോൾ UPLൻ്റെ കഴിഞ്ഞ് പിന്നെ വോൾട്ടാസ് ആണെങ്കിൽ വോൾട്ടാസ് രാവിലെ ഒരു ട്രെൻഡില്ല, അതായത് ഇന്നലത്തെ ഒരു ബൈയുടെ കണ്ടിന്യൂവേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് സെല്ല് വന്നിരിക്കുന്നത് 851.80 നമുക്ക് സെല്ല് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ടാർഗറ്റ് എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 849.90 ടാർഗറ്റ് അടിച്ച ശേഷം ചെറുതായിട്ട് അപ്പ് മൂവ്മെൻ്റ് ആണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന പവർ ഗ്രീഡ് ആണ്. പവർ ഗ്രീഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു മൂവ്മെൻ്റ് ആയിരുന്നു. അവിടെ നമുക്ക് 205.30 ബൈ സിഗ്നൽ കിട്ടിയ 9:25 3 ടാർഗറ്റ് കണ്ട. 3 ടാർഗറ്റും എടുത്ത് അതിൻ്റെ ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ താഴത്തെ ബാർ കണ്ട ബൈ സിഗ്നലാണെന്ന് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ച UPL സെല്ലല്ല. അപ്പോൾ ഇതിൻ്റെ ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈസൈക്കിൾ വന്ന ശേഷം ബാർ എന്തായിരിക്കണം? ഗ്രീൻ ആയിരിക്കണം. അതുപോലെ പ്രൈസ് എന്തായിരിക്കണം? ബൈസോൺ ആയിരിക്കണം. ഈ രണ്ട് കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ഒക്കെ വരും. 3 ടാർഗറ്റ് പിടിച്ച് ഞാൻ പറഞ്ഞു ഇതാണ്. അതിൻ്റെ ഇടയ്ക്കൊന്ന് മാർക്കറ്റ് ഇറങ്ങിയായിരുന്നു. പക്ഷേ താഴത്തെ ബാറിൽ ഒരു ചേഞ്ചസും ഇല്ല. അത് നമ്മുടെ കൺഫർമേഷൻ ബാറാണ്. അത് എപ്പം വരെ ഗ്രീൻ ആണോ അതിൻ്റെ അകത്ത് മാർക്കറ്റ് കയറും എന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ ഉണ്ട്. റെഡ് സ്റ്റാർ റെസിസ്റ്റ് ചെയ്യുന്നതാണ്. താഴത്തെ ബ്ലൂ സപ്പോർട്ട് ലെവലാണ്. ഇതിപ്പോൾ ഞാൻ 2-3 ഷെയർസ് കാണിച്ചു. നമുക്കിത് മാർക്കറ്റ് ലിസ്റ്റ് കണ്ടത്. ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ലിസ്റ്റാണ്. ഇപ്പോൾ നമുക്ക് മേജറായിട്ടുള്ള കുറേ ഷെയർസുകളുണ്ട്. നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്തിടാം. പിന്നെ അതിനകത്തൊക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് സിഗ്നൽ എൻട്രി കാണിച്ചു തരുവേ. അപ്പോൾ ഉണ്ട് ഇതിനകത്ത് ഇപ്പം ഇന്ന് മൂവ്മെൻറ്റ് വന്നത് ഇപ്പം കാനറ ബാങ്ക് ആണെങ്കിൽ കാനറ ബാങ്ക് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാവേ. കാനറ ബാങ്ക് ഇന്നലെ നല്ല മൂവ്മെൻ്റ് ആണെങ്കിൽ ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ ഇതിനകത്ത് ഇന്ന് ആ ഒരു ബൈ ട്രെൻഡ് കണ്ടോ. ഇന്നലത്തെ കണ്ടോ ഇതിൻ്റെ 2 സിഗ്നലിൻ്റെ ഞാൻ ലൈവിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നും ആ ബൈ ട്രെൻഡ് 325.75 കയറിയിട്ട്
സിഗ്നൽ ബൈ വന്നിട്ട് 3 ടാർഗറ്റ് അടിച്ച്. അതുപോലെ BPCL ഇന്നലൊരു ബൈയുടെ കണ്ടിന്യൂഷൻ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. 4ാമത്തെ ക്യാനിൽ ബ്രേക്ക് ഔട്ട് വന്ന് ഒറ്റയടിക്ക് നല്ല രീതിയിൽ കയറിപ്പോയി. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ എന്നെ വിളിക്കുക. താഴെയായിട്ട് നമ്പർ ഡിസ്പ്ലേ ആണ്. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. വാട്സപ്പിനെ ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് എൻ്റെ ചാറ്റിലോട്ട് വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാം, എന്നെ വിളിച്ചേച്ചാൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടതിന് നന്ദി.